ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുത്തുകുട്ടികളെ, അവധിക്കാലത്ത് കാണാൻ പറ്റിയൊരു കൊറിയൻ കടൽ കൊള്ളക്കാരുടെ കോമഡി ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പഴയ കടൽ കൊള്ളക്കാരുടെ ഈ ചിത്രം കാണാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കണ്ടവര് ബഹളം വയ്ക്കരുത്. ഇനി കണ്ടവരാണെങ്കിലും കണ്ടോളൂ. നിങ്ങൾ മിസ് ചെയ്ത തമാശ ഭാഗങ്ങളും ചേർത്താണ് ഞാൻ പറയുന്നത്. 2014 റിലീസ് ചെയ്ത ദ പൈറേറ്റ്സ് വളരെ രസകരമായ മൂവിയാണ്. കാണുന്നതിനോടൊപ്പം തന്നെ കൂട്ടുകാർക്കും പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോളാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാലം 1388. ഈ സമയത്ത് കൊറിയയിലെ ഒരു ഐലൻഡ്, അവിടെ ഒരു ചെറു രാജ്യത്തിന്റെ സൈന്യം തമ്പടിച്ചിട്ടുണ്ട്. അവര് മറ്റൊരു വലിയ രാജ്യത്തെ ആക്രമിക്കാൻ പോവാ. അതിനുവേണ്ടി പട്ടാളക്കാരൊക്കെ തയ്യാറെടുക്കാണ്. രാത്രി ഇതിൽ ഹീറോയുടെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്കാരന്റെ ഭാര്യ അന്ന് രാത്രിയാണ് പ്രസവിച്ചിരിക്കുന്നത്. ആ വിവരം അറിഞ്ഞ് ഹീറോയും കൂട്ടുകാരും സന്തോഷിക്കും. ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ അവന് ഭാര്യയെ കാണാനുള്ള തിടുക്കമായി. എന്നാൽ ഇവര് രാജാവിനെ ചെന്ന് കാണുമ്പോൾ രാജാവ് യുദ്ധം നിർത്തലാക്കി തിരികെ പോകാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, ഇത്രയും വലിയ രാജ്യത്തോട് യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാൻ കഴിയില്ല. പകരം അതിന്റെ പടത്തലവനെ മാത്രം ഒളിഞ്ഞിരുന്ന് ആക്രമിച്ച് വീഴ്ത്തിയിട്ട് തിരികെ പോകാം എന്നാണ് രാജാവ് പറയുക. എന്നാൽ അത് ചതിയല്ലേ? നമ്മൾ ഇത്രയും ദൂരം എത്തിയിട്ട് യുദ്ധം ചെയ്യാതെ ചതിച്ചവരെ കീഴ്പ്പെടുത്തുന്നത് ന്യായമാണോ എന്ന് ചോദിക്കുകയാണ് ഹീറോ. ഹീറോ ഒരു പടത്തലവനല്ല, ഒരു പട്ടാളക്കാരൻ മാത്രമാണ്. സഭയിൽ സംസാരിക്കാൻ പോലും അവന് സ്ഥാനമില്ല. പടത്തലവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഹീറോ മുന്നോട്ട് വരുന്നു. ഇത് തെറ്റായ കാര്യമാണ്, ഞങ്ങളെല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് ഹീറോ ചോദിക്കുക. അതിന് രാജാവ് പറയും, പുഴയൊക്കെ നീന്തി കിടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ, പിന്നെ മഴയും പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അമ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ രാജ്യം വലിയ രാജ്യത്തെ നേരിട്ട് ആക്രമിക്കുന്നത് ഒരു മര്യാദയല്ലല്ലോ, അതുകൊണ്ടും കൂടെ വേണ്ടാന്ന് വെച്ചതാ. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരും. എന്നാ അവന്മാരുടെ കാലെ വീണ് ക്ഷമ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാം, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനെ ചതിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതിലും ഭേദം ഞാനൊരു കൊള്ളക്കാരനായിട്ട് ജീവിക്കും. നാട്ടിലെ പാവങ്ങളെ മാത്രം പിഴിഞ്ഞ് ആ സ്വത്തുകൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനിനി ഈ നാടിനു വേണ്ടി സേവനം ചെയ്യില്ലെന്നും പറഞ്ഞിട്ട് സദസ്സി കാർക്കിച്ച് തുപ്പി ഹീറോ ഇറങ്ങിപ്പോവാ. ഇത് കണ്ട് രാജാവിന് പൊറുക്കില്ല. അവനെ വെട്ടി വീഴ്ത്തടാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഒച്ച വയ്ക്കുകയാണ്. ഉടനെ പടത്തലവൻ അങ്ങേരെ വാളും കൊണ്ട് ഓങ്ങി ഹീറോയെ വെട്ടാൻ വരികയാണ്. പക്ഷെ ആ നേരത്തെ കണ്ട കൂട്ടുകാരനില്ലേ, പുള്ളിക്കാരൻ തടയും. എന്നിട്ട് പടത്തലവനോട്, സേനാധിപ, നമ്മളെല്ലാം സഹോദരങ്ങളാണ്, സ്വന്തം അനിയനെ ആക്രമിക്കരുത്, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ്. ഉടനെ വാള് താഴേക്ക് ഇറക്കുന്ന സേനാധിപൻ ഹീറോ പുറത്തേക്ക് നടക്കുന്നത് കണ്ടിട്ട് ഹീറോയെ വെട്ടാതെ തടഞ്ഞ ആ കൂട്ടുകാരന്റെ കഴുത്തിനിട്ടൊരു വെട്ടുകൊടുക്കുക. തൽക്ഷണം കൂട്ടുകാരൻ മരിച്ചു വീഴും. ഈ സമയത്ത് ഈ അടിയും വഴക്കെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു സാമ്യാരുണ്ട്. പുള്ളിക്കാരൻ ഓടിച്ചെന്ന് ഹീറോയുടെ കൂട്ടുകാരെ വിളിക്കാൻ പോവാ. ഈ നേരം സേനാധിപൻ മറ്റേ കൂട്ടുകാരനെ കൊന്നു കഴിഞ്ഞിട്ട് ഹീറോയെ അടിച്ചു തെറിപ്പിക്കും. ഹീറോ ഉരുണ്ട് വന്ന് അസംബ്ലി ഗ്രൗണ്ടിൽ വീഴാണ്. അങ്ങോട്ട് ഈ സേനാധിപനും ചാടി വന്ന് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും ഭയങ്കര ഫൈറ്റേഴ്സാ. ഒരാൾക്കൊരാളെ വീഴ്ത്താൻ കഴിയുന്നില്ല. എന്നാൽ ഹീറോയുടെ വാള് തെറിച്ചുപോയി. സേനാധിപന്റെ കയ്യിൽ നിന്ന് ഹീറോയ്ക്ക് തോളത്തേക്കും ഒരു വെട്ട് കിട്ടി. ഈ വെട്ടും കൊണ്ട ഹീറോ ഉരുണ്ടു മറിഞ്ഞ് തന്റെ തെറിച്ചുപോയ വാളെടുത്ത് വീണ്ടും ആക്രമിക്കുക. ആ നേരം ഹീറോയുടെ മറ്റു കൂട്ടുകാരല്ലേ, അവരെയെല്ലാം സാമ്യാര് ചെന്ന് വിളിച്ചോണ്ട് പോവാണ്. ഇവിടെ ഹീറോ ആ കയ്യിൽ കിട്ടിയ വാളുകൊണ്ട് സേനാധിപനിട്ട് ഒരൊറ്റ വെട്ട്. പുള്ളി ആ വീശി തന്നെ താഴേക്ക് വീണു. അങ്ങനെ സേനാധിപൻ വീണു. എന്നാലും ഒരുപാട് പട്ടാളക്കാരുണ്ടല്ലോ, അവരെല്ലാം രാജാവിന്റെ ആജ്ഞയെ കേൾക്കുള്ളൂ. രാജാവ് കൽപ്പിക്കുകയാണ് ഹീറോയെ കൊന്നുകളയാൻ. പട്ടാളക്കാരെല്ലാം ഹീറോയുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഹീറോയെ ഇഷ്ടപ്പെടുന്ന കുറേയധികം കൂട്ടുകാരല്ലേ, കുതിരയുമായി അവർ ചാടി വീണ് ഹീറോയെ രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ അങ്ങകലെ ദൂരെയായി ആഴക്കടലിന്റെ നടുക്ക് ഒരു വലിയ കപ്പൽ, ഏതോ നാട്ടുരാജ്യത്തിന്റെ കപ്പലാണത്. ആ കപ്പലിനെ കുറേയധികം കടൽ കൊള്ളക്കാർ ആക്രമിക്കുന്നു. ഇതിലൊരു ഛർദി കൊള്ളക്കാരനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കൊറിയൻ ശ്രീനിവാസൻ. ഇവരെ ഫൈറ്റിംഗ് ലീഡറാണ് നായിക, സുന്ദരിയായ നായിക. ഇവള് ലീഡറാണ്. ഇവൾക്ക് മുകളിൽ ഒരു ക്യാപ്റ്റനുണ്ട്, കടൽ കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ സോമൻ. വൈക്കിങ്സിനെ പോലെ മുടിയും വെട്ടി അയാൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവർ പിടിച്ച 1-2 പേരെ അമ്പെയ്ത് തൽക്ഷണം പുള്ളിക്കാരൻ കൊന്നുകളയാണ്. അത് കഴിഞ്ഞ് ഈ കച്ചവടക്കാർ കൊണ്ടുപോകുന്ന ബുദ്ധപ്രതിമ അതെവിടെയുണ്ടെന്ന് ചോദിക്കും. അവരുടെ നേതാവ് പറയും അത് ക്യാബിൻ ഫ്ലോറിലുണ്ടെന്ന്. കേട്ടുടനെ അയാളെയും കൊന്നുകളയാണ്. എന്നാൽ ഈ പാവങ്ങളെ കൊന്നുകളയുന്നതിനോട് ഹീറോയിന് വലിയ താല്പര്യമില്ല. പക്ഷെ ക്യാപ്റ്റൻ പറയും, ഇവരെ നമ്മൾ ജീവനോടെ വിട്ടാൽ പിൽക്കാലത്ത് ഇവർ നമുക്ക് പണിയായിട്ട് വരും, അതുകൊണ്ടാണ് കൊന്നുകളയുന്നത്, നീയും ഓർത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഇവർ നേരെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെ ഈ കച്ചവടക്കാർ ഒളിച്ചു വെച്ചിരിക്കുന്ന 5 സ്വർണ്ണ ബുദ്ധ പ്രതിമകൾ നമ്മുടെ കൊള്ളക്കാർക്ക് കിട്ടും. എല്ലാവർക്കും സന്തോഷമായി. അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. എന്നാൽ ഇത് കഴിയുമ്പോൾ ഇതേ കപ്പലിനകത്ത് നിന്നും കുറച്ച് പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കാം. മരം പൊളിച്ചു നോക്കുമ്പോൾ കുറേയധികം പെൺകുട്ടികളെ വിൽക്കാൻ വേണ്ടി ഈ കച്ചവടക്കാര് അകത്ത് പൂട്ടിയിട്ടിരിക്കുക. പാവം പെൺകുട്ടികൾ.
അവരെ കണ്ട് വിഷമം തോന്നിയിട്ട് ഹീറോയിൻ പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിടാമെന്ന്. അപ്പൊ അതിലൊരു പെൺകുട്ടി ഹീറോയിനോട് പറയാണ്, ചേച്ചി എനിക്ക് തിരിച്ചു പോകാനൊരിടവുമില്ല, എന്റെ അച്ഛൻ തന്നെയാണ് എന്നെ വിറ്റത്, ഇനി വേറെ എവിടേക്കെങ്കിലും പോയാലും അടിമപ്പണി തന്നെയാണ്, എന്നെ നിങ്ങൾ ജോലിക്കെടുക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തോളാം, ഭക്ഷണം ഉണ്ടാക്കാം, സ്ഥലങ്ങൾ വൃത്തിയാക്കാം, എന്തു വേണേലും ചെയ്യാം, എന്നെ നിങ്ങൾ ജോലിക്കെടുക്കൂ എന്ന് പറയും. കരുണ തോന്നിയിട്ട് ഹീറോയിൻ അവളെ കൂടെ തന്നെ ഇരുന്നോളാൻ പറയാണ്. ഇത് കഴിഞ്ഞവര് ആ കൊള്ളയടിച്ച പ്രതിമ ഇവരെ കപ്പലിലേക്ക് മാറ്റുന്നതിനിടയ്ക്ക് രണ്ട് മണ്ടന്മാര് ഒരെണ്ണം വെള്ളത്തിലേക്ക് മിസ് ചെയ്ത് വീഴ്ത്തും. ഇത് ചാടിയെടുക്കാൻ ആർക്കും ധൈര്യമില്ല. കണ്ടപാട ഹീറോയിനാണ് കടലിലേക്ക് എടുത്ത് ചാടുന്നത്. അവള് വെള്ളത്തിലൂടെ ഊളിയിട്ട് ഈ പ്രതിമ കൈപ്പറ്റുന്നുണ്ട്. പെട്ടെന്നായിരിക്കും വലിയൊരു നീല തിമിംഗലം ഇവൾ അടുത്തേക്ക് വരുന്നത്. വളരെ വലിയ തിമിംഗല. ഇപ്പം അത് അവളെ പിടിച്ച് മിഴുങ്ങും എന്ന് വിചാരിക്കുമ്പോൾ ഇത് സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് വരുന്നു. കുറേയധികം മുറിവിന്റെ പാടയ്ക്കുള്ള ഒരു തിമിംഗലാണത്. അതിനെ അവൾ മെല്ലെ തലോടി വിടും. അത് കണ്ണൊക്കെ ചിമ്മി ദൂരേക്ക് നീന്തി പോകുന്നു. ഇത് കഴിഞ്ഞ് ആ കെട്ടിയ പ്രതിമയായിട്ട് ഹീറോയിൻ മുകളിലേക്ക് പൊങ്ങി വരാണ്. കണ്ടവരെല്ലാം ആർത്തുല്ലസിക്കും, നഷ്ടപ്പെട്ടത് കിട്ടിപ്പോയേന്നും പറഞ്ഞു. ഇവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ 3 വർഷങ്ങൾക്ക് ശേഷം ഈ കൊള്ളയൊക്കെ അടിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സോമൻ ക്യാപ്റ്റനെ രാജ്യത്തു നിന്നും ഒരു പട്ടാളക്കാരൻ കാണാൻ വന്നിരിക്കുക. ഇയാള് ശരിക്കും കടൽ കൊള്ളക്കാരെ പിടിച്ചു കൊടുക്കേണ്ട ആളാണ്. പക്ഷെ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് പണവും പണ്ടവും ഒക്കെ വാങ്ങിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തി ഒരു ഇടനില ബ്രോക്കറായിട്ട് പുള്ളി ജോലി ചെയ്യുക. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാക്കിയുള്ള കൊള്ളക്കാരൊക്കെ മീനും തിന്ന് പുളിവെള്ളവും കുടിച്ചുകൊണ്ട് പഴയ കഥകളും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ആ പുതുതായി ഇവരെ ടീമിലേക്ക് ചേർന്ന അടിമ പെൺകുട്ടിയില്ലേ, അവള് ചോദിക്കുക ഈ കൊള്ളക്കാര് ചെയ്ത ഏറ്റവും വലിയ ഫൈറ്റ് ഏതാണെന്ന്. അതിലെ മൂത്ത കൊള്ളയം പറയും, ഇവര് ജപ്പാൻകാരുമായിട്ട് ഒരു വലിയ ഫൈറ്റ് നടത്തിയിരുന്നു അത്രേ കുറച്ചു കാലം മുന്നേ. അതൊരു ഭയങ്കര അടിയായിരുന്നു എന്ന് പുള്ളിക്കാരൻ പറയുക. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ശേഷേ അതിനെക്കുറിച്ചൊന്നും പറയാതെ മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നു പറയും. സംഭവം എന്താന്ന് നോക്കുമ്പോൾ ആ ജപ്പാൻകാരിൽ ഒരു പെരുത്ത മനുഷ്യനുണ്ടായിരുന്നു. അവനെ ഒറ്റയടിക്ക് വീഴ്ത്തിയത് ഹീറോയിനാണെന്ന് ആ മൂത്ത കൊള്ളയൻ പറയും. തന്നെക്കുറിച്ച് പുകഴ്ത്തുന്നത് ഹീറോയിന് കേൾക്കാൻ ഇഷ്ടമാണ്, എന്നാലും ഇഷ്ടമല്ലാത്തതുപോലെ അവൾ അഭിനയിക്കും. അന്ന് 500ഓളം പേരെ ഒറ്റ ആള് ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിയെന്ന് പറയാണ് മൂത്താച്ചാര്. ഇത് കേട്ട് ഹീറോയിൻ 500ഓ? അന്ന് 5000ഓളം പേരുണ്ടായിരുന്നു, നിങ്ങൾ മറന്നുപോയെന്ന് ചോദിക്കുക. മൂത്താപ്പൻ അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു? 5000 എന്ന് പറഞ്ഞാൽ ഒരുപാടായില്ലേ, നിനക്ക് കണക്ക് തെറ്റിപ്പോയതാണോ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുക. ഹീറോയിൻ പറയും, എന്തായാലും 500ൽ കൂടുതലുണ്ട്, അതെനിക്കറിയാമെന്ന്. ശരി, എന്തായാലും അപ്പം 5000 പേരോട് 2 ആഴ്ച യുദ്ധം ചെയ്ത് ഞങ്ങൾ ജയിക്കുകയായിരുന്നു. ഇങ്ങനെ ഇവർ പൊള്ളുകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ശ്രീനിവാസൻ എന്തടിയുണ്ടാക്കിയിട്ടെന്താ, നമുക്ക് തിന്നാൻ കിട്ടുന്നത് ഉണക്കമീനും പുളിച്ചാറും, ഇതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? ഉള്ള ഇറച്ചി മുഴുവൻ തിന്നുന്നത് നമ്മുടെ ക്യാപ്റ്റനാണ്. പുള്ളിക്കാരൻ കൊള്ളയടിക്കുന്നതിൽ പങ്ക് പോലും തരുന്നില്ല. നമുക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ, എന്നാണ് നമ്മളും സെറ്റിലാവുന്നത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പുള്ളി പറയുക. അപ്പം ഹീറോയിൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ സഹോദരങ്ങളാണ്, പരസ്പരം അടി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ പുതിയ പെൺകുട്ടി ഇങ്ങനെ കൂടെയുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ? പുള്ളി ഒരു നല്ല ക്യാപ്റ്റൻ അല്ല. എന്തുകൊണ്ട് നിങ്ങൾ അയാൾ ആക്രമിച്ച് നിങ്ങൾ തന്നെ ക്യാപ്റ്റൻ ആയിക്കൂടാ? അയാളെക്കാട്ടിലും നല്ലൊരു ഫൈറ്റർ ആണല്ലോ നിങ്ങൾ. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങളെയാണ് ഇഷ്ടം, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ ഒരു യഥാർത്ഥ കടൽ കൊള്ളക്കാരൻ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി ഓടിക്കളയും. അവൻ പറയാൻ വന്ന പോയിന്റ് വിട്ടുപോയി. ഇങ്ങനെ ഛർദിൽ വന്ന് കുലുക്കില്ലാത്ത ഭാഗത്ത് പോകാമെന്നും പറഞ്ഞിട്ട് കപ്പലിന്റെ അടിയിലേക്ക് വരാണ് ശ്രീനി. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ക്യാപ്റ്റനും ആ പട്ടാളക്കാരനും ചേർന്ന് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. സംഭവം പട്ടാളക്കാരന് രാജാവിനെ ബോധിപ്പിക്കാൻ വേണ്ടി കുറച്ച് കടൽ കൊള്ളക്കാരെയെങ്കിലും കൊണ്ടുപോകണം, താൻ പിടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് പുള്ളിക്കാരൻ ചോദിക്കുകയാണ്. ക്യാപ്റ്റൻ പറയും, അതിനെന്താ, എൻ്റെ കൂട്ടത്തിലെ കൊള്ളാത്ത 7 പേരെ ഞാൻ നിങ്ങൾക്ക് തരാം, ഇഷ്ടമുള്ളത് ചെയ്തോളൂ, പിന്നെ എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. ഇത് കേട്ട ചുൽബോങ്ക്, അതാണ് ശ്രീനിവാസന്റെ പേര്, ചുൽബോങ്ക് ഇവിടെ നിന്നാ ഇവൻ നമ്മളെയും കൊലക്കി കൊടുക്കും, നന്ദിയില്ലാത്ത നാറിയാണെന്നും പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. ആരോടൊന്നും മിണ്ടാതെ ഒരു ബോട്ടും എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഈ സമയത്ത് ക്യാപ്റ്റൻ ഒന്നും മിണ്ടാതെ വന്നിട്ട് ഒരു 7 പേരുടെ പേര് വിളിക്കും. അവരെല്ലാം മുന്നോട്ട് വരുമ്പോൾ ഇവര് മതിയോന്ന് ചോദിച്ചിട്ട് അവരെല്ലാം കെട്ടിമുറുക്കി പട്ടാളക്കാരന്റെ കൂടെ കൊണ്ടുപോകാൻ പറയുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ക്യാപ്റ്റനോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇവര് നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ ചതിക്കരുത് എന്ന് പറയും. അപ്പൊ ക്യാപ്റ്റൻ ഇതുപോലത്തെ കുറെ മണ്ടന്മാരെ നമുക്ക് തെരുവീന്ന് കിട്ടും, അതുകൊണ്ട് ഇവർക്കൊന്നും നീ വലിയ വില കൊടുക്കേണ്ടെന്ന് ഹീറോയിനോട് പറയാം. അപ്പൊ ആ പട്ടാളക്കാരൻ ഹീറോയിനെ കണ്ടിട്ട് എനിക്ക് ഇവളെയും ഇഷ്ടപ്പെട്ടോ, ഞാൻ എന്റെ ഉപയോഗത്തിന് വേണ്ടി ഇവളെയും കൂടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഉടനെ ക്യാപ്റ്റൻ, അവൾ എന്റെ പടയുടെ ചീഫാണ്, അവളെ കൊണ്ടുപോകണ്ട, പകരം അവൾക്ക് പിറകിൽ ആ അടിമ പെണ്ണുണ്ട്, അവളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊടുക്കാണ്. ഈ പട്ടാളക്കാരൻ ഉടനെ അവളെ കെട്ടിമുറുക്കി കൊണ്ടുവരാൻ പറയും. ഇവരവളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ വിട്ടുതരില്ല, ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞാണ് അവളെ കൂടെ കൂട്ടിയത്, ഞാൻ വിട്ടുതരില്ല എന്ന് ഹീറോയിൻ പറയും. അപ്പൊ ക്യാപ്റ്റൻ എല്ലാവർക്കും 2 കുപ്പി കള്ളു കൊടുക്ക്, അത് കുടിച്ച് 2 ചിരിയും ചിരിച്ചാൽ നിങ്ങളിതെല്ലാം മറക്കും, ഇവരെയൊന്നും വലിയ വിഷയമാക്കേണ്ടെന്ന് പറയും. ഉടനെ വാളെടുത്ത ഹീറോയിൻ ആ പെൺകുട്ടിയെ പിടിച്ചിരിക്കുന്ന 2 ഭടന്മാർ
പട്ടാളക്കാരന്മാരെ വെട്ടി വീഴ്ത്താണ്. ഇത് കണ്ട് പട്ടാളക്കാരന് ദേഷ്യം വരും. അയാൾ തന്റെ പടയോട് ഹീറോയിനെ ആക്രമിക്കാൻ പറയാണ്. ഉടനെ ഹീറോയിന്റെ പട ഈ പട്ടാളക്കാർക്ക് നേരെ വാളെടുക്കും. അത് കാണുമ്പോൾ വൈക്കിംഗ് ക്യാപ്റ്റൻ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, എന്നെ ധിക്കരിച്ചവളെ ഞാൻ തന്നെ വകവരുത്താന്നും പറഞ്ഞ് വലിയൊരു ഇറച്ചിവെട്ട് കത്തി എടുത്തോണ്ട് വന്നിട്ട് ഹീറോയിനെ വെട്ടി പീസാക്കാൻ വേണ്ടി ചാടി വീഴ. അങ്ങനെ അവര് തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. എന്നാൽ ആ പെരിയ കത്തിയും കൊണ്ട് വലിഞ്ഞു വീശാൻ പറ്റില്ല എന്നാ മണ്ടൻ അറിയണ്ടേ. ഹീറോയിനെ ആ വാള് ചവിട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് തന്റെ വാൾമുനയിൽ അവളെ ക്യാപ്റ്റനെ കീഴ്പ്പെടുത്താണ്. അവസാനം കൈയും കാലും കെട്ടി കടലിലേക്ക് അയാളെ താഴ്ത്താൻ പോവാ. എന്നാൽ കൂടെ ഇത്രയും കാലം ഉണ്ടായതുകൊണ്ട് മാപ്പ് പറഞ്ഞ് കീഴ്വേല ചെയ്താൽ കൂടെ നിർത്തിക്കോളാം എന്ന് ഹീറോയും പറയും. അപ്പൊ ക്യാപ്റ്റൻ, ഒരു കടൽ കൊള്ളക്കാരൻ ഒരിക്കലും കീഴടങ്ങില്ല, അതിലും ഭേദം അവൻ മീനിന് ഭക്ഷണമായി തീരുന്നു പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. കയ്യും കെട്ടി വെള്ളത്തിലേക്ക് ചാടിയാൽ എന്തായാലും മരണപ്പെടുമല്ലോ. അങ്ങനെ ക്യാപ്റ്റന്റെ കഥ കഴിയുന്നു. കടല് തണുപ്പുള്ളതുകൊണ്ട് പുള്ളിക്കാരനും തണുക്കും. സോ ഒരു പുതപ്പെടുത്തിട്ട് കൊടുക്കാൻ ഹീറോയും പറയുകയാണ്. മൂത്താശാരി പുള്ളിക്കാരി പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. സംഭവം ശരിയാണ്. ഒരുപാട് തണുപ്പുള്ളതുകൊണ്ട് ആ പുതപ്പ് വെച്ചിട്ട് തണുക്കാതെ മരിക്കാമല്ലോ. കഥയാണെങ്കിലും ഒരു ലോജിക്കുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ നാട്ടിലുള്ള ഒരു രാജസേവകൻ അയൽ രാജ്യമായ ഒരു വലിയ രാജ്യത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു രാജാവുണ്ട്. പുള്ളിയാണ് ഈ നാട്ടു രാജാക്കന്മാരുടെ എല്ലാം രാജാവ്. പുള്ളി ഹീറോയുടെ നാട്ടിലെ രാജാവിന് വേണ്ടി ഒരു റോയൽ സീൽ കൊടുത്തുവിടും. അത് ആ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള, അവിടുത്തെ രാജാവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മര്യാദയാണ്. ആ ഫ്രോഡ് രാജാവ് പിടിച്ചടക്കിയ സ്ഥലമെല്ലാം ചേർത്ത് അതിനൊരു പുതിയ രാജ്യമായി പ്രഖ്യാപിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ട് ഈ രാജാവ് ഒരു സീല് കൊടുത്തുവിടുന്നു, സ്വർണം കൊണ്ടുള്ള ഒരു സീല്. പകരമായിട്ട് ഇയാൾ 500 പെൺജോലിക്കാരെയും 200 അടിമകളെയും കൊടുത്തുവിടാൻ പറയും. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് രാജസേവകൻ ആ സീലുമായി തിരിച്ചു തന്റെ നാട്ടുരാജ്യത്തേക്ക് കപ്പലിൽ വന്നുകൊണ്ടിരിക്കുക. ഇത് കിട്ടിയാലേ അവരുടെ രാജ്യം അംഗീകരിക്കപ്പെടുള്ളൂ. എന്തായാലും ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് സേനാധിപനും പട്ടാളക്കാരനും കപ്പലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരൊരു ശബ്ദം കേൾക്കും. കടലിന്റെ ഏതോ കോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കുന്നു. ചിലപ്പോൾ കടൽ കൊള്ളക്കാരായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇവര് വാണിംഗ് ഷോട്ടിന് അമ്പെല്ലാം ചെയ്യുന്നുണ്ട്. ബീരങ്കിയും റെഡിയാക്കി വെക്കും. പക്ഷെ നോക്കുമ്പോൾ അതൊരു നീല തിമിംഗലമാണ്. വലിയ തിമിംഗലമല്ല, കുട്ടി തിമിംഗലം. ഇതെന്തിനാണ് നമ്മുടെ വഴി വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നത്? അതിനെ ആക്രമിച്ച് തുരത്തി വിടുമെന്ന് പടത്തലവൻ പറയാ. ഇതനുസരിച്ച് പട്ടാളക്കാരെല്ലാം ആ കുഞ്ഞു തിമിംഗലത്തിന് അമ്പെയ്യുമ്പം ഇത് കണ്ട അമ്മ തിമിംഗലം അത് പിള്ളയെ ആക്രമിക്കുന്ന കണ്ട് ഇവരെ പുറത്തേക്ക് വെള്ളം ചീറ്റി വിടാണ്. എന്നാൽ പട്ടാളക്കാരടങ്ങുന്നില്ല. അവരമ്മയ്ക്ക് നേരെയും ബീരങ്കി കൊണ്ട് വെടിവെക്കാൻ തുടങ്ങും. അവസാനം അമ്മ ചാടി ഈ കപ്പലിന് മണ്ടേക്ക് തന്നെ അടിച്ചു വീണ് കപ്പൽ പൊട്ടിച്ചു കളയാണ്. ഇതിനിടയിൽ അമ്മയുടെ പുറത്തേക്ക് കപ്പലിലെ കൊടിമരം ഒടിഞ്ഞു വീണ് കുത്തി നിൽക്കുന്നുണ്ട്. പാവം. അത് ആ കൊടിമരമായിട്ട് മുങ്ങി താന്നു പോകും. ഒപ്പം ഇവര് കൊണ്ടുവന്ന റോയൽ സീലും മിഴുങ്ങിയിട്ടാണ് പോകുന്നത്. ഈ റോയൽ സീലില്ലാതെ തിരിച്ചു പോയാൽ പെട്ടു. രാജസേവകൻ വായും പൊളിച്ചിതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയില്ലേ ചുൽബോങ് ശ്രീനിവാസൻ. അവൻ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിലെ കരക്കൊള്ളക്കാരനാവാന്നും പറഞ്ഞ് കാട്ടിലേക്ക് കയറിപ്പോവുക. ഈ കാട്ടിൽ ക്രേസി ടൈഗർ എന്ന് പേരുള്ള ഒരു വഴിപ്പറി കൊള്ളക്കാരനുണ്ട്. അയാളുടെ കീഴിൽ ജോലി ചെയ്യാമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ നാട്ടിൽ കൂടെ നടക്കുമ്പോഴും പുള്ളിക്കാരന് നാട്ടുചർദിൽ വരുന്നുണ്ട്. അങ്ങനെ ഛർദ്ദിച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആരോ കെണിവെച്ച് വീഴ്ത്തി ഇവന്റെ മോന്തി ഇടിച്ച് പൊളിച്ച് നേരെ കാടിനകത്തേക്ക് കൊള്ളക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചിട്ട് പോവാണ്. അവിടെ നിന്ന് ഈ ക്രേസി ടൈഗർ ചുൽബോങ്ങിനെ കാണാൻ വരും. നീ ആരാന്ന് ചോദിച്ചിട്ട്. ക്രേസി ടൈഗർ മറ്റാരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാ. പട്ടാളത്തിൽ നിന്ന് വിട്ട പിന്നെ ഇപ്പൊ കാട്ടി കൊള്ളക്കാരനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക തന്റെ കൂട്ടുകാരുമൊത്ത്. നീ എന്തിനാടാ വന്നതെന്ന് ചോദിക്കുമ്പം ചുൽബോങ് പറയും എനിക്കും കൊള്ളക്കാരനാവണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് സ്വയം പരിചയപ്പെടുത്താൻ പറയുക. ചുൽബോങ് പറയും എൻ്റെ പേര് ചുൽബോങ്, ഞാൻ വലിയൊരു കടൽ കൊള്ളക്കാരനായിരുന്നു. 1000ഓളം യുദ്ധങ്ങൾ ചെയ്ത് എതിരാളികളെ അടിച്ചു വീഴ്ത്തിയ ഒരു ധീരശൂര പരാക്രമൻ. ഇത്രയും കഴിവുള്ള എന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള കൊള്ളക്കാരൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും ഇത്രയും കഴിവുള്ളവൻ എന്തിനാണ് കടലും വിട്ട് കരയ്ക്ക് വന്നതെന്ന്. അതിന് ചുൽബോങ് കാരണം എനിക്ക് മീൻ തിന്നാൻ വെറുപ്പാണ്, മീൻ തിന്നു മടുത്തു, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, കുറച്ച് ഇറച്ചി തിന്നാന്നും പറഞ്ഞിട്ട് കാട് കയറി വന്ന എന്നെ നിങ്ങൾ കൂടെ ചേർക്കണം. അപ്പം ഹീറോയുടെ കൂടെയുള്ളൊരു കൊള്ളക്കാരൻ പറയാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചേർക്കില്ല ഞങ്ങളെ കൂടെ. നീ ക്യാപ്റ്റന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്, ഞങ്ങൾ ഇടിച്ചു കൊല്ലും, സത്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ചേർക്കണോ വേണ്ടിയെന്ന്. ഇത് കേൾക്കുമ്പോൾ ചുൽബോങ് എന്നാൽ പിന്നെ ഞാൻ സത്യം പറയാം. കടൽക്കൊള്ള നടത്തുമ്പോൾ എൻ്റെ മനസ്സ് എംറ്റി ആയിരുന്നു. അതൊന്നിലും സംതൃപ്തി കൈവരിച്ചില്ല. മനസ്സിങ്ങനെ അലപ്പാഞ്ഞ് നടക്കുക, സമാധാനമേ കിട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് സ്വപ്നത്തിൽ കടൽ ദേവത വന്നിട്ട് നീ ഒരു കാട്ടുകൊള്ളക്കാരനാവണം, എങ്കിലേ നിന്റെ ജന്മം പൂർത്തിയാവുള്ളൂ, നീ ഒരു ആണാവുള്ളൂ, നിനക്ക് സന്തോഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ തീരുമാനത്തിലാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നു, എന്നെ ചേർക്കണം പ്ലീസ്. ഇത് കേട്ടിട്ട് ഹീറോ പറയും നിന്നെ ചേർത്തിട്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവും തോന്നണില്ല, കാണാനൊരു മണ്ടനെ പോലുണ്ട്, എന്നാലും വേറെ എങ്ങും പോകാൻ നിനക്ക് അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ ചേർക്കാം. ഞങ്ങൾ 29 പേരുണ്ട്, നീ 30ാമത്തെ ആളാ, നിന്റെ റാങ്ക് 30 ആയിരിക്കും. ഇവർ പറയുന്ന ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട് ഹീറോ മാറിപ്പോവാ.
ഉടനെ ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് നീ അവസാനത്തെ റാങ്കാണ്, പോയി ഭക്ഷണം പാചകം ചെയ്യുമെന്ന് പറയും. ഉടനെ ചുൾബോങ് എന്നോട് കൽപ്പിക്കാൻ നീ ആയോടാന്നും പറഞ്ഞ് ഒരുത്തനോട് ചൂടാവുമ്പോൾ അവന് മണ്ടയ്ക്കിട്ടൊരു കൊട്ടും കൊടുത്ത് പോയി ചോറ് വെക്കടാന്നും പറഞ്ഞ് ഓടിച്ചു വിടാണ്. ഈ സമയത്ത് നമ്മുടെ രാജസേവകനില്ലേ, അയാൾ എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് വന്ന് മന്ത്രിയെ വിളിച്ച് ഈ റോയൽ സീൽ കാണാതെ പോയി എന്ന് പറയുക. മന്ത്രി അത് കേട്ട് ഞെട്ടിപ്പോവും. ഈ വിവരങ്ങാനം ഇവരെ നാട്ടുരാജാവിനോട് പറഞ്ഞാൽ പച്ചയ്ക്ക് ഇവരെ പിടിച്ച് കത്തിച്ച് തലയും വെട്ടിക്കളയും. രക്ഷപ്പെടാൻ ഇവർക്ക് ഒരു മാർഗവുമില്ല. സേവകൻ പറയാണ്, എന്തായാലും എന്നെ പറഞ്ഞു വിട്ടാൽ നിങ്ങളും കൂടെ പ്രതിയായിരിക്കും, അതുകൊണ്ട് മരിക്കുമ്പോൾ ഒരുമിച്ച് മരിക്കാമല്ലോ, ആ ഒരു സമാധാനം ഉണ്ടെന്നും പറഞ്ഞ് അവൻ കാപ്പി കുടിക്കുക. സോ മന്ത്രി ആലോചിക്കും, ഇവന്റെ കൂടെ പോയാൽ തനിക്കും പണി കിട്ടുമെന്ന് പറഞ്ഞ് മന്ത്രി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, തിമിംഗലം റോയൽ സീൽ മിഴുങ്ങിയെന്ന് പറഞ്ഞാൽ രാജാവ് വിശ്വസിക്കില്ല, അത് നാട്ടുകാരും അംഗീകരിക്കില്ല, ഒരു ചീത്ത ലക്ഷണമായിട്ടേ കൂട്ടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, കടൽ കൊള്ളക്കാര് നിന്നെ ആക്രമിച്ച് റോയൽ സീൽ കൊണ്ടുപോയി എന്ന് പറയാം, എന്നിട്ട് കുറച്ച് സമയം എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ തിമിംഗലത്തെ കണ്ടുപിടിക്കാം. ഇവരിങ്ങനെ സംസാരിക്കുന്നത് അവിടുത്തെ ഒരു കച്ചവടക്കാരൻ കേൾക്കുന്നുണ്ട്, ഒരു കള്ള കച്ചവടക്കാരൻ. അങ്ങനെ സേവകനും മന്ത്രിയും കൂടെ ഈ പ്ലാൻ ഉറപ്പിച്ചിട്ട് നേരെ ചെന്ന് രാജാവിനെ കാണാണ്. അവർ ക്ഷമ ചോദിച്ച് ഈ റോയൽ സീൽ കടൽ കൊള്ളക്കാര് ഇവരെ ആക്രമിച്ച് കൊണ്ടുപോയി കപ്പലും തകർത്ത് കളഞ്ഞു എന്ന് പറയും. രാജാവ് ഇത് കേട്ട് കലിപൂണ്ട്, ഇനിമേൽ ഈ നാട്ടിൽ കടൽ കൊള്ളക്കാരും കാട്ടുകൊള്ളക്കാരും ഉണ്ടാവാനേ പാടില്ല, എല്ലാത്തിനെയും പിടിച്ച് തല അരിഞ്ഞ് കൊന്നുകളയെന്ന് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ മന്ത്രിയോടും സേവകനോടും 2 ആഴ്ച സമയം തരാം, അതിനുള്ളിൽ ആ റോയൽ സീലും കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ ഹീറോ തന്റെ കൂട്ടാളികളെയെല്ലാം ചേർത്ത് ഒരു കൊള്ള നടത്താൻ പ്ലാൻ ചെയ്യുക. 20ഓളം വരുന്ന കച്ചവടക്കാർ ഈ കാട് വഴിയെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവർ വരുന്ന സമയത്ത് നമ്മുടെ സാമിയാര് സിഗ്നൽ തരും. ഉടനെ ചുൾബോങ് റോപ്പ് കട്ട് ചെയ്യണം. അപ്പൊ വല വന്ന് കച്ചവടക്കാരുടെ മണ്ടയിലേക്ക് വീഴും. ഉടനെ ഹീറോ മൗഗ്ലിയെപ്പോലെ ഹൊലഹൊലേന്ന് കയറി തൂങ്ങി വന്ന് ഇവരെ ചാടി അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം ബാക്കിയുള്ള കൊള്ളക്കാരൻ കൂടും. അങ്ങനെ എല്ലാവരെയും ആക്രമിച്ച് ആ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു. ഇതാണ് പ്ലാൻ, മാസ്റ്റർ പ്ലാൻ. അങ്ങനെ പറഞ്ഞതുപോലെ ഇവർ കയറൊക്കെ കെട്ടി കച്ചവടക്കാരെ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഞാനിങ്ങനെ കയറ് വെട്ടേണ്ട ആളല്ല, ചാടി ആക്രമിക്കേണ്ട പോരാളിയാണെന്ന് ചുൾബോങ് പറയും. അവന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ടു കൊടുത്തിട്ട് തന്ന ജോലി വൃത്തിയായിട്ട് ചേടാന്നും പറഞ്ഞ് ഹീറോ കാത്തിരിക്കുക. ബാക്കിയുള്ള കൊള്ളക്കാര് വേറെ സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഈ കച്ചവടക്കാര് വരുന്നു. സാമിയാര് കണ്ട് സിഗ്നൽ കൊടുക്കാൻ നിൽക്കുന്ന സമയം ഈ കച്ചവടക്കാർക്ക് പിറകിലായി കുറേയധികം പട്ടാളക്കാരും വരുന്നുണ്ട്. അവര് കൊള്ളക്കാരെ തേടി ഇറങ്ങിയതാ. ഈ പട്ടാളക്കാർ വരുമെന്ന് നമ്മുടെ കൊള്ളക്കാര് പ്രതീക്ഷിച്ചിട്ടില്ല. ഉടനെ സാമിയാര് വേണ്ട എന്നുള്ള രീതിയിൽ കൈ ഇൻഡു പോലെ കാണിച്ചിട്ട് നിർത്തിവെക്കാൻ പറയും. പക്ഷെ മണ്ടൻ ചുള്ളിക്ക് ഈ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. കട്ട് ചെയ്യാനാണോ ഉദ്ദേശിച്ചതെന്ന് അയാൾ ചോദിക്കുക. അപ്പൊ സാമിയാര് ഇട്ടിട്ട് ഓടടാന്ന് പറയുന്നുണ്ട്. ഇവന് കേൾക്കുക വെട്ടടാന്ന്. ചെക്കൻ കത്തിയെടുത്ത ഒറ്റ വെട്ടാണ്. ഈ വല നേരെ പട്ടാളക്കാരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നു. ഒരു മനുഷ്യന്റെ മേത്ത് വീഴുന്നില്ല, മുന്നിലേക്കാണ് വന്ന് വീഴുന്നത്. നമ്മുടെ ഒളിച്ചിരിക്കണ കൊള്ളക്കാരിത് കണ്ടു. അവന്മാർ ഓടിക്കൂടാന്നും പറഞ്ഞ് ജീവനും കൊണ്ട് ഓടുക. പണി കിട്ടിയെന്ന് അവന്മാർക്ക് മനസ്സിലായി. പക്ഷെ പാവം ഹീറോ ഇതൊന്നും കാണുന്നില്ല. അവൻ കയറി തൂങ്ങി ഹൊലേ എന്നും പറഞ്ഞ് ചാടി ഈ പട്ടാളക്കാരുടെ മുന്നേ വന്ന് ആടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അതിന് പിടിയില്ല. മെല്ലെ കയറിന്ന് ഇറങ്ങിയിട്ട്, സോറി, ഞാൻ ഈ വഴിയെ വിനോദയാത്രയ്ക്ക് വന്ന നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് പോകാൻ നിൽക്കുക. ഉടനെ ചുള്ളി മൂലയ്ക്കുന്നു. കൊല്ലടാ എല്ലാം ഓടി വാന്നും പറഞ്ഞ് കത്തിയെടുത്തോണ്ട് ഈ പട്ടാളക്കാരൻ മുന്നിലേക്ക് ചാടി വീഴാണ്. ചെന്നെത്തിയിട്ടാണ് അവന് മനസ്സിലാവുക പണി പാളിപ്പോയി എന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൻ മാസ്റ്ററോട് ചോദിക്കുക, ഹീറോയോട്. ഹീറോ ഒന്നും മിണ്ടില്ല. കുഴപ്പമില്ല, പോട്ടേന്നും പറഞ്ഞ് മെല്ലെ തിരിഞ്ഞു ഒറ്റ ഓട്ടം ഓടും. ഇവൻ അപ്പോഴും ഓടിയിട്ടില്ല. വീണ്ടും നോക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ഓടിയത് മനസ്സിലാവുക. പുറകെ തന്നെ ഇവനും വിട്ട പാച്ചിലിന് ഓടുക. പട്ടാളക്കാർക്ക് മനസ്സിലായി കൊള്ളക്കാരാണെന്ന്. അവര് പിടിച്ചോ, ഒന്നിനെയും വിടാതെ പിടിച്ചോ, ഇവന്മാര് മാവോയിസ്റ്റുകളാണെന്നും പറഞ്ഞ് പുറകെ ഓടി വരിക കാട്ടിക്കൂടെ. ഇവരെല്ലാം കാട്ടിലൂടെ ചെതറി ഓടാൻ തുടങ്ങും. ഹീറോ ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുമ്പോൾ ഈ ചുള്ളം പന്നി മാസ്റ്റർ എന്നെ വിട്ടിട്ട് പോവാതെ നിങ്ങൾ അവിടെ നിൽക്കൂ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ പുറകെ ഓടുക. അപ്പോഴാണ് പട്ടാളക്കാർക്ക് മനസ്സിലാവുക ഹീറോയാണ് ഇവരുടെ മാസ്റ്റർ എന്ന്. ആ മാസ്റ്റർ ആദ്യം പിടികി അവന്റെ തല കൊയ്യെന്നും പറഞ്ഞ് പട്ടാളക്കാർ ഹീറോയുടെ പുറകെ ഓടി വരുന്നു. ചുൾബോങ് ഉണ്ട് പുറകില്. വേറെ ഏതെങ്കിലും വഴിയെ പോടാ നാറി, എന്നെ മാസ്റ്റർ എന്ന് വിളിക്കാതെ എന്നും പറഞ്ഞ് ഹീറോ ജീവനും കൊണ്ട് ഓടുകയാണ്. എങ്ങനെയൊക്കെയോ ഓടി കുറേയധികം പേര് ഈ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കാട്ടിൽ ആരും അറിയാത്തൊരു മൂലയിൽ അവർ തമ്പടിച്ചിരിക്കുക. ആ സമയത്ത് സാമിയാര് ഹീറോയോട് ചോദിക്കും, ഞാൻ ഓപ്പറേഷൻ കട്ട് ചെയ്യാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ചാടി വീണേന്ന്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക എല്ലാ പണിയും ഒപ്പിച്ചത് ഈ കുടനാങ്ങി ചുൾബോങ് ആണെന്നുള്ളത്. ഇവനെ ടീമിൽ ചേർത്ത് തന്നെ വലിയ പാപമായി പോയി എന്ന് ബാക്കിയുള്ളവർ പറയും. വഴിയെ പോണ കെണി നമ്മൾ വില കൊടുത്ത് വാങ്ങി. അപ്പൊ ഹീറോ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശരി പോട്ടെ, എല്ലാ തവണയും നമ്മുടെ പ്ലാൻ വിജയിക്കണം എന്നില്ല, ചിലപ്പോഴൊക്കെ പരാജയപ്പെടും. ഉടനെ മൂത്ത കൊള്ളക്കാരൻ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടാൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു തവണ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ,
താൻ എവിടുത്തെ ക്യാപ്റ്റനാണോ? പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാനില്ല ഈ പണിക്ക്. അപ്പൊ ഹീറോ, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഇപ്പം നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പട്ടാളക്കാരങ്ങനെ രാത്രിയൊന്നും നമ്മളെ തെരഞ്ഞു നടക്കില്ല. നേരം വെളുക്കുമ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോകാം. ഇതും പറഞ്ഞവർ നിൽക്കുമ്പോഴാണ് രാത്രി ആ പട്ടാളക്കാര് പന്തും കത്തിച്ച് കാട്ടിലൂടെ ഇവരെ തെരഞ്ഞു നടക്കുന്നത് കാണുന്നു. അവരെ കണ്ട് കൊള്ളക്കാരൊക്കെ പേടിക്കുമ്പോൾ ഹീറോ, ആരും പരിഭ്രാന്തരാവണ്ട, നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താന്ന് പറയും. ഉടനെ ചുറ്റുമുള്ളവര് എന്താലോചിക്കാനാ, ഇപ്പൊ എവിടെ പോയി ഒളിയൊന്നറിയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഓടിക്കഴിഞ്ഞു. കാട്ടിനകത്തേക്ക് അവൻ ഓടിക്കഴിഞ്ഞു. ആ നാറി എപ്പോഴും പോലെ വിട്ടിട്ട് പോയടാ വാടാന്നും പറഞ്ഞ് ബാക്കിയുള്ളവരും പുറകെ ഓടാണ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ രാജാവിന്റെ തടങ്കലിൽ ഒരു ജടമുടി പ്രതിയുണ്ട്. കുറെ കാലായി പുള്ളിയെ തടങ്കലി വെച്ചിരിക്കുക. ഒറ്റക്കണ്ണിൽ വെട്ടുകിട്ടിയൊരു തടവ് പുള്ളി. ഇതാരാണെന്ന് നോക്കുമ്പോൾ മറ്റാരുമല്ല, പഴയ സേനാധിപനാണ്. ഹീറോയുടെ കൂടെ അടിയുണ്ടാക്കിയ സേനാധിപൻ. പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, വെട്ടുകിട്ടി സൈഡായതാ. ഇയാളെ കൂടെ ഉള്ളവർ തന്നെ രാജാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇയാളെയും പിടിച്ച് ജയിലിലാക്കിയതായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പോ മന്ത്രി ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. കാരണം മന്ത്രിക്കും സേവകനും എത്രയും പെട്ടെന്ന് ആ തിമിംഗലത്തെ കണ്ടുപിടിച്ച് റോയൽ സീൽ പുറത്തേക്ക് എടുക്കണമല്ലോ. അത് കൊടുത്തില്ലെങ്കിൽ രാജാവ് ഇവരെ പണി തീർക്കും. സോ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ആള്, പറ്റിയ ചുണക്കുട്ടി ഈ പഴയ വെട്ടുമുറിയനാണ്. പുള്ളിയെ അവരാ ജോലി ഏൽപ്പിക്കുക. പകരമായിട്ട് തനിക്കെപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് പറയും. പുള്ളിയാണെങ്കിൽ അനാവശ്യത്തിന് പാഷനേറ്റാണ്. ജോലി കിട്ടിയ ഉടനെ തിന്നാൻ തന്ന ചോറും ഒപ്പം 2 പെൺകുട്ടികളെയും വേണ്ടാന്ന് വെച്ച് ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുക. നേരെ കപ്പലും എടുത്ത് നമ്മുടെ കടൽ കൊള്ളക്കാരായ ഇവോളുടെ ടീമിനെ ചെന്ന് കാണും. അതായത് ഹീറോയിന്റെ ടീമിനെ. ഹീറോയിൻ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട പട്ടാളക്കാരാ, നിങ്ങൾ എന്തിനാണ് കടൽ കൊള്ളക്കാരായ ഈ പാവങ്ങളെ കാണാൻ വന്നിരിക്കുന്നു? വെട്ടുമുറിയൻ പറയും, എനിക്കൊരു തിമിംഗലത്തിന് വേണം. ഈ കടലിലുള്ള 20 മീറ്ററോളം നീളം വരുന്ന ഒരു തിമിംഗലം. അതിന് പുറകിൽ നമ്മുടെ രാജ്യത്തിന്റെ കൊടി തറച്ചിട്ടുണ്ട്. അതിനെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനെ കൊണ്ടുതായോ, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ തിരികെ നൽകാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയും പറയും, തിമിംഗലങ്ങൾ ഈ കടലിന്റെ മാലാഖയാണ്. അതിനെ വധിക്കുന്നത് പാപമാണ്. കടൽ ദൈവങ്ങൾ കോപിക്കും. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യാനും പറ്റില്ല എന്ന് പറയുക. ഇത് കേൾക്കുന്ന വെട്ടുമുറിയൻ, എന്നാ പിന്നെ എനിക്ക് കടൽ കൊള്ളക്കാരെയെല്ലാം ആക്രമിക്കേണ്ടി വരും. രാജാവിന്റെ കൽപ്പന അനുസരിച്ച് കൊള്ളക്കാരെയെല്ലാം ഞാൻ കൊന്നുകളയും. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചിട്ട്, നിങ്ങളെ നാട്ടുഭടന്മാരെക്കാളും നന്നായി കടലിനെ പറ്റി ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരിക്കലും കടലിൽ വെച്ച് നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല, പിടിക്കാനും പറ്റില്ല. ആ സ്വപ്നം മനസ്സിലിരിക്കട്ടെ. അത് കേൾക്കുമ്പോൾ വെട്ടുമുറിയൻ ചിരിച്ചിട്ട്, എനിക്കൊരു പക്ഷേ നിങ്ങളെ പിടിക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ നിങ്ങളെ കുടുംബങ്ങളെ പിടിക്കാൻ പറ്റുമല്ലോ. അവർ കരയിൽ തന്നെയല്ലേ. ഓരോ കുടുംബത്തിനെയും വേട്ടയാടി പിടിച്ച് ഞാൻ കൊന്നുകളയും. നിങ്ങളെ സഹായിക്കുന്ന ഓരോ ഗ്രാമങ്ങളും ഞങ്ങൾ ചുട്ടരിക്കും. അതെനിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് പറയുന്ന അനുസരിക്കുക. 10 ദിവസത്തിനകം ആ തിമിംഗലത്തെ പിടിച്ചു തരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് വെട്ടുമുറിയൻ തിരികെ പോവുക. ഹീറോയിൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കൂടുള്ളവർ പറയും, ആ ഒറ്റ കണ്ണനെ അങ്ങ് വെട്ടിക്കൊന്നാലോ, അതല്ലേ എളുപ്പം. പക്ഷെ ഹീറോയിൻ, രാജഭടന്മാരെ ആക്രമിക്കുന്ന ആപത്താണ്. അവർ നമ്മുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കും. ഭടന്മാരുടെ കൽപ്പന നമുക്കനുസരിച്ചേ പറ്റൂ, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവർ ചോദിച്ചത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയും. പക്ഷെ തിമിംഗലത്തെ പിടിക്കാൻ ഇവരെ കയ്യിലുള്ള ആയുധം തികയില്ല. അതിന് സിറ്റിയിലേക്ക് പോയി കൂടുതൽ ആയുധങ്ങൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. സോ കപ്പൽ നേരെ കരയുടെ അടുത്തേക്ക് തിരിച്ചുവിടാൻ പറയുന്നു. കൊള്ളക്കാരുടെ കപ്പൽ കരയ്ക്കടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ലല്ലോ. സോ കുറച്ചകലെ കടലിൽ നിർത്തിയിട്ട് ഇവരൊരു ബോട്ടിൽ കയറി നേരെ സിറ്റിയിലേക്ക് വരിക. ഇവരാ സിറ്റിയിലേക്ക് വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഹീറോയും ഹീറോയുടെ സാമിയാരും കൂടെ ആ സിറ്റിയിലേക്ക് വരുന്നത്. അവർക്കും എന്തോ ചെറിയ ചില ആവശ്യങ്ങളുണ്ട്. ആ നാട്ടിലൊരു പ്രധാന കച്ചവടക്കാരനെ കാണാൻ വന്ന സംഭവം. ഇവനാണ് ഹീറോയുടെ കൂട്ടം കാടിനകത്തുണ്ടെന്നുള്ള കാര്യം പട്ടാളക്കാരോട് പറഞ്ഞു കൊടുത്തു. ഇവൻ ഇടനിലക്കാരനാ. സോ തങ്ങളുടെ താവളം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹീറോയും സാമിയാരും. അവനെ വെള്ളത്തിൽ പിടിച്ച് നല്ലോണം മുക്കിയിട്ട് ഇനി ഞങ്ങളെ വിക്കോടാന്ന് ചോദിച്ച് മിരട്ടാണ്. അപ്പ ആ കച്ചവടക്കാരൻ പറയും, ഒരു തെറ്റുപറ്റി പോയതാണ്, വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാ, അല്ലെങ്കിൽ പട്ടാളക്കാരൻ എന്നെ കൊന്നേനെ. ഒരു കാര്യം ചെയ്യാം, ഇതിന് ബദലായി ഒരു അരമന രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുഴുവൻ സ്വർണമാണ്. അത് കൈപ്പറ്റിയാൽ നിങ്ങൾക്കും പണക്കാരനാവാലോ. ഒരു കപ്പൽ നിറച്ചും സ്വർണം വലിയൊരു മീൻ വിഴുങ്ങി. ഒരു തിമിംഗലമാണ് വിഴുങ്ങിയത്. അത് കൈപ്പറ്റാൻ രാജസേവകരും ശ്രമിക്കുന്നുണ്ട്. അതിന് മുന്നേ കൈപ്പറ്റിയ മുഴുവൻ പണവും നിങ്ങൾക്കാ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, നീ എന്താടാ ആളെ കളിയാക്കാണോ? ഒരു മീൻ കപ്പൽ വിഴുങ്ങിന്ന് പറയാൻ ഞങ്ങൾ വിശ്വസിക്കണം? ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ കെട്ടിവെച്ച കയറിലേക്ക് ആരോ അമ്പെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ സുന്ദരിയായ നായിക. അവളുടെ എൻട്രിയാണ്. ഹീറോ ഞെട്ടിപ്പോവും. ഒരു പെൺകുട്ടിയോ? ഒരു പൊടിപ്പെണ്ണിന് ഇത്ര ധൈര്യമോ? ആണുങ്ങളെ സംസാരത്തിനിടയ്ക്ക് കയറി വരാൻ നിനക്കിത്ര ധൈര്യം? അത് കേൾക്കുമ്പോൾ ഹീറോയും പറയും, അതിന് ഞാനിവിടെ ആണുങ്ങളെ കാണുന്നില്ലല്ലോ, 2 ചാവാലിപ്പട്ടികളെ നിൽക്കുന്നുള്ളൂ. ഹീറോ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി, കാണാൻ ഭംഗിയുണ്ടെന്ന് വെച്ച് നിന്റെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാ, അതൊന്ന് അടക്കി വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞ്
പെണ്ണിന്റെ തോളത്ത് കൈവയ്ക്കുക. ഉടനെ ഹീറോയിൻ തിരിഞ്ഞ് ഹീറോയുടെ കഴുത്തിന് നേരെ കൈവയ്ക്കും. രണ്ടുപേരും തമ്മിൽ കൈപ്പടി യുദ്ധം. ഒന്നിനൊന്ന് മെച്ചായതുകൊണ്ട് ആർക്കും ജയിക്കാൻ പറ്റുന്നില്ല. സോ ഇവള് തൻ്റെടിയാന്ന് മനസ്സിലാക്കിയ ഹീറോ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ക്രേസി ടൈഗർ, ഞാനൊരു വലിയ കാട്ടുകൊള്ളക്കാരനാണെന്ന് പറയുക. അപ്പൊ ഹീറോയിൻ അങ്ങനെ ഒരു കുരങ്ങനെ പറ്റിയും ഞാൻ കേട്ടിട്ടില്ല, നിന്റെ ബാണ്ടമൊക്കെ കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, അതാണ് നിന്റെ ജീവന് നല്ലത്, ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് ഉണ്ടെന്നും പറഞ്ഞ് ഇവള് മാറിപ്പോവാ. കൂടെ വരുന്ന മൂത്ത കടയനും ഹീറോയെ കളിയാക്കുന്നുണ്ട്. പോയി കാട്ടിൽ നിന്ന് വല്ലതും പെറുക്കി തിന്നാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വരുന്നു. അവരൊരുപാട് പേരുണ്ട്, ഇവരാകെ 2 പേരേ ഉള്ളൂ. നമ്മൾ 2 പേര് യുദ്ധം ചെയ്താൽ അവർ നമ്മളെ കൊന്നുകളയും, നമുക്കിപ്പോൾ മിണ്ടാതെ പോകാമെന്ന് സാമിയാർ പറയുമ്പോൾ ഹീറോ മിണ്ടാതെ പോകുന്നു. ഹീറോയിൻ ഇവർക്ക് കിട്ടിയ സ്വർണ്ണ ബുദ്ധ പ്രതിമകളില്ലേ, അത് ആ കച്ചവടക്കാരന് കൊടുത്തിട്ട് കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്നും കുറച്ച് ആയുധങ്ങൾ വേണമെന്ന് പറയും. ഈ ആയുധങ്ങൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ കച്ചവടക്കാരന് മനസ്സിലായി, നിങ്ങൾ തിമിംഗലത്തെ ആക്രമിക്കാൻ പോവുകയാണോ, കാരണം രാജസേവകന്മാർക്കും ഇതേ ആയുധങ്ങൾ വേണം, അവർ തിമിംഗലത്തെ ആക്രമിക്കാൻ പോവുക. സോ നിങ്ങളുടെ ആവശ്യവും അതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഗോൾഡ് മുഴുവനായിട്ട് തരികയാണെങ്കിൽ വേണ്ട ആയുധങ്ങളെല്ലാം കൊടുക്കാമെന്ന് ആ കച്ചവടക്കാരൻ സമ്മതിക്കും. ഇതെല്ലാം തന്നെ ഒളിച്ചിരുന്ന് ഹീറോയും സാമിയാരും കേൾക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി തിമിംഗലം ശരിക്കും സ്വർണ്ണക്കപ്പൽ വിഴുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇവര് നേരെ തിരിച്ച് തന്റെ കൂട്ടുകാരടുത്തേക്ക് കാട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ചുൾബോങ് അവന്റെ കപ്പലിലെ വീരശൂര കഥാകൃത്തുക്കളൊക്കെ ഈ കാട്ടുകള്ളന്മാരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. 120ഓളം നേവൽ ഷിപ്പുകളെ ഒറ്റയടിക്ക് കറങ്ങി വീഴ്ത്തിയവനാണ് ഞാൻ. അന്നൊക്കെ നിലം തൊടാതെ ആകാശത്തായിരുന്നു യുദ്ധം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിലത്തേക്ക് വരും, എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ ആകാശത്തേക്ക് പറക്കും. എല്ലാം ഹെലികോപ്റ്റർ ഷോട്ടായിരുന്നു. ഇവൻ ഈ വെടിക്കഥകൾ പറയുമ്പോൾ ചുട്ടോണ്ടിരിക്കുന്ന മൊയിൽ കരിയുന്നുണ്ട്. കൂടെയുള്ള കള്ളൻ അവൻ ആഞ്ഞൊരു ചവിട്ട് കൊടുക്കും. മിണ്ടാതെ ഇറച്ചി പൊരിക്കടാ, അവൻ്റെ ഒരു പുളുക്കഥ. അങ്ങനെ അവർ ഇറച്ചി പൊരിച്ച് തിന്നോണ്ടിരിക്കുക. ഈ സമയത്തായിരിക്കും ഹീറോയും സാമിയാരും അങ്ങോട്ട് വരുന്നു. ഹീറോ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറയും. ഉടനെ മൂത്ത കള്ളൻ, ക്യാപ്റ്റൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാനും കുറച്ച് നാളായിട്ട് അത് ആലോചിക്കുകയായിരുന്നു. നമ്മുടെ കാട്ടിലെ കൊള്ളയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയി അവനവൻ എന്തേലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാനല്ല പറയുന്നത്. നമുക്കിവിടുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അതെനിക്ക് മനസ്സിലായി. ഞങ്ങളെല്ലാം പോകാൻ തയ്യാറാണ്, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എഴുന്നേൽക്കുക. ഉടനെ ഹീറോ അതല്ല ഉദ്ദേശിച്ച്, എല്ലാവരും ഇരിക്കി, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയും. ഇനി പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി, വിഷമമൊന്നുമില്ല, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകാൻ നിൽക്കുമ്പോൾ ഹീറോ ഒരു കാര്യം കേൾക്ക്, കപ്പൽ നിറച്ചും സ്വർണം, അതിനെന്താ പറ്റിയെന്നറിയോ? ഉടനെ പോകുന്നവർ നിന്നിട്ട് അതിൽ മൂത്താശാരി, കപ്പൽ നിറച്ചും സ്വർണ്ണോ, എന്നിട്ട് പറയൂ അതിനെന്താ പറ്റിയത്? പെട്ടെന്ന് സാമിയാർ പറയും, ഒരു മീൻ ആ കപ്പലിനെ മിഴുകിയെന്ന്. മൂത്താശാരിക്ക് ദേഷ്യം വന്ന് സാമിയാരാ നോക്കാതെ ഒറ്റ ചവിട്ട്, കുറെ കാലായി ഞാൻ നിന്നെ സഹിക്കുന്നു, നീയൊക്കെ എവിടുത്തെ ബുദ്ധനാടാ, ഇവിടെ ആണുങ്ങൾ സംസാരിക്കുമ്പോൾ മണ്ടത്തരം വിളിച്ച് കൂവുന്നോന്നും ചോദിച്ച് ഇവൻ ആ സാമിയാരുടെ മണ്ടയ്ക്ക് കൊട്ടാണ്. അത് കഴിഞ്ഞ് ഹീറോയോട് ചോദിക്കും, ക്യാപ്റ്റൻ നിങ്ങൾ പറയൂ, ആ പൊട്ടൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, കാര്യാക്കണ്ട, നിങ്ങൾ പറയൂ ആ കപ്പലിന് എന്ത് സംഭവിച്ചു? ഹീറോ പേടിച്ചിരിക്കുക, സ്വന്തം കൂട്ടാളികളെ പിടിച്ച് തല്ലിയാലോ. എന്നാലും വേറെ വഴിയില്ലാതെ ഹീറോ മടിച്ച് പറയും, ആ കപ്പല് ഒരു മീൻ വിഴുങ്ങിയെന്ന്. ഉടനെ ആശാരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തല്ലാനും പറ്റില്ലല്ലോ. സോ കൂടുള്ളവരെയൊക്കെ തല്ലിയിട്ട് കുറെ കാലമായിട്ട് നിനക്കൊന്നും ബുദ്ധി വെച്ചില്ലടാന്ന് ചോദിച്ച് എഴുന്നേറ്റ് പോകാൻ പറയുക. അപ്പം നമ്മുടെ ചൊങ്ബോ അവര് പറഞ്ഞത് മീനാണോ അതോ തിമിംഗലാണോ എന്ന് ചോദിക്കും. ഹീറോ പറയും തിമിംഗലാണെന്ന്. സോ ഇവൻ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് പറയാണ്, തിമിംഗലാണെങ്കിൽ ഒരു കപ്പലിന് വിഴുങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന്. അവര് പറഞ്ഞത് സത്യമായിരിക്കുമെന്ന്. സോ തിമിംഗലത്തെ പറ്റി ഇവർക്കൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ തിമിംഗലത്തെ നമുക്ക് വല കൊണ്ട് പിടിക്കാൻ പറ്റുമോ എന്നിവർ ചോദിക്കുക. ചുങ്ബോ പറയും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമൊന്നുമല്ല, വലയിലൊന്നും കുടുങ്ങുന്ന സാധനമല്ല ഈ തിമിംഗലം, അതൊരു വലിയ മീനാ. ഉടനെ ഇവരെല്ലാം, മീനോ? എന്തായാലും മീനല്ലേ, അതിന് എത്ര വലുപ്പം കാണും? ഇവൻ ഇപ്പം കാണിച്ചരാന്നും പറഞ്ഞ് ഒരു വലിയ കമ്പെടുത്ത് ഇവർക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കും. എന്നിട്ട് പറയും, ആ തിമിംഗലത്തിന്റെ കണ്ണ് തന്നെ ഇത്രയും വലുപ്പം ഉണ്ടാവും. ഉടനെ ഒരാൾ മകിടിയായിട്ട് വരികയാണ് ചുങ്ബോനെ തല്ലാൻ. ആളെ പറഞ്ഞ് പറ്റിക്കുന്നോ? ഇത്രയും വലിപ്പമുള്ള കണ്ണ് ആർക്കാടാ ഉള്ളത്? ഹീറോയും ചോദിക്കുക, അല്ല പിന്നെ ഇത്രയും വലിപ്പമുള്ള കണ്ണുണ്ടെങ്കിൽ പല്ല് എത്രത്തോളം വലിപ്പമുണ്ടാവും? അതിന് ചുങ്ബോ, അതിന് പല്ലുണ്ടാവില്ല, താടിയും കൊണ്ട് അത് ചവച്ചരച്ച് തിന്നാണ് ചെയ്യാന്ന് പറയുക. ഇവരെല്ലാം ചിരിക്കും. ഹീറോ, നീ ഇങ്ങനെ ആളെ കളിയാക്കാതെ അതിനെങ്ങനെയാണ് പിടിക്കാൻ പറ്റുകയെന്ന് പറയും. അതിന് ചുങ്ബോ, അതിനെ പിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഇത് ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ മുകളിലേക്ക് വരും, ആ സമയത്ത് ഭീരങ്കി കൊണ്ട് അതിന്റെ വായിലേക്ക് വെടിവെക്കുക, അങ്ങനെ മാത്രമേ അതിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ മൂത്താശാരി, ഒരു മീൻ ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ മുകളിലേക്ക് വരുമെന്നോ? നീ എന്താടാ പറയുന്നത്? അത് മീനോ മനുഷ്യനോ? ഉടനെ ചങ്ബോ, അതെ ഞാൻ പറയുന്നത് സത്യ, ഇത് ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ മുകളിലേക്ക് വരും, അതിന്റെ തോൾ ഭാഗത്താണ് മൂക്കുള്ളത്, അതിൽ നിന്ന് വെള്ളം ചീറ്റി ശ്വാസം എടുക്കും. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ സാമിയാർക്ക് പൊറുക്കാൻ പറ്റുന്നില്ല. മുതുകത്ത് മൂക്കുള്ള മീനോ? അതെ, എനിക്കിനിയും പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരു ഉണ്ടയെടുത്ത് ചൊങ്ബോന്റെ മോന്തയ്ക്കടിക്കുക. ഒരു സാമിയാർക്കും പരിധിയുണ്ട്, നിന്റെ പറച്ചിൽ കേട്ടതൊന്നും അത് കുഞ്ഞിനെ പ്രസവിച്ച് മുല കൊടുക്കുമെന്ന്. നീ മീനിനെ കുറിച്ചാണോ പറയുന്നത്, മനുഷ്യനെ കുറിച്ചാണോ പറയുന്നത്? അപ്പൊ ചുങ്ബോ കരഞ്ഞോണ്ട്, സത്യ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് സത്യ, അത് പ്രസവിച്ചിട്ട് മുലപ്പാൽ കൊടുക്കും, പാലുണ്ടാവാൻ വേണ്ടി കടൽ കഞ്ചാവ് തിന്നുകയും ചെയ്യും. സാമിയാർക്ക് ഇത് പൊറുക്കാൻ പറ്റില്ല, എന്നെ വിട്, എനിക്കിവനെ കൊന്നുകളയണം, ഇന്നോടുകൂടി ഞാൻ എന്റെ സന്യാസം അവസാനിപ്പിക്കുക, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അയാൾ അവനെ കഴുത്ത് ഞെരിക്കാൻ വരിക. ചൊങ്ബോ ആണെങ്കിൽ, ഈ നാട്ടുമണ്ടന്മാരെ എങ്ങനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും?
ചെയ്യും? ഇവന്മാർ കേൾക്കുന്നേ ഇല്ലല്ലോ. കടൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ചില മീനുകളുടെ മണ്ടയിൽ ലൈറ്റ് ഒക്കെ ഉണ്ടാവും, ടോർച്ച് ലൈറ്റ് അടിക്കുന്ന പോലെ. അതിങ്ങനെ രാത്രി ലൈറ്റ് അടിച്ചിട്ട് ഇരയത്തിയിടാം. പിന്നെ പറക്കുന്ന മത്സ്യങ്ങളുണ്ട്. ഒരു കൂട്ടം മത്സ്യങ്ങൾ ഇങ്ങനെ പറന്നു വരും. നിങ്ങൾക്കൊന്നിനെ പിടിക്കാൻ പോലും കഴിയില്ല, അത്രയ്ക്കും വേഗതയാണത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹീറോ തന്റെ വാളെടുത്ത് ചുംബോന്റെ കഴുത്തി വെച്ചിട്ട്, നീ തമാശ പറഞ്ഞൊക്കെ മതി, ബീരങ്കി കൊണ്ട് നമുക്കതിനെ പിടിക്കാൻ പറ്റുമോ? ആ, പിടിക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് ബീരങ്കികൾ വേണമെന്ന് ചുംബോ പറയാ. എന്നാ പിന്നെ ബീരങ്കി സംഘടിപ്പിക്കാൻ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഹീറോ കൂട്ടുകാരെയും വിളിച്ച് ഈ കച്ചവടക്കാരനല്ലേ അയാളുടെ സംഘത്തിലേക്ക് വരിക. അവിടെ ഓൾറെഡി ഹീറോയിൻ തന്റെ സംഘത്തോടൊപ്പം പുള്ളിക്കാരന് പണവും കൊടുത്ത് ഈ ആയുധങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുകയായിരിക്കും. കുറെ ബീരങ്കിയുണ്ട്, പിന്നെ കുറച്ച് പുക വരുന്ന ബോംബുകളുണ്ട്, കൂടാതെ വൈൻ ബോട്ടിൽ പോലത്തെ ഒരു ബോംബുണ്ട്. അത് കാണുമ്പോൾ വൈൻ ബോട്ടിലായിട്ട് തോന്നുമെങ്കിലും വലിച്ചെറിഞ്ഞ പെരിയ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും. ഇതെല്ലാം കൂടെ കച്ചവടക്കാരൻ ഹീറോയിന് കൊടുക്കുക. അവർ ഈ ആയുധങ്ങളെല്ലാം ചെറിയ ചെറിയ തള്ളുവണ്ടി കയറ്റി അവിടെ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാവും. ആ സമയത്താണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. കൂടുതൽ ആൾക്കാരില്ലാത്ത സമയം നോക്കി അവരെ മൂത്താശാരിനെ ഇടിച്ചിട്ട് 2 കടൽ കൊള്ളക്കാരെയും മിരട്ടി 2 വണ്ടി ആയുധം ഹീറോ അവരെ കയ്യിൽ നിന്ന് കട്ടെടുത്തോണ്ട് ഓടും. ഹീറോയിനും കൂട്ടുകാരും കുറച്ച് വൈകി വന്നിട്ടാണ് ഈ കാര്യം മനസ്സിലാക്കുക. മനസ്സിലാക്കിയ ഉടനെ അവള് ജീംബൂം ബാന്നും പറഞ്ഞ് ചാടി ഹീറോയെ പിടിക്കാൻ വരിക. ഒരു വെള്ളച്ചാലി കൂടെ ഉരസിയൊക്കെ വരുന്നുണ്ട്. നല്ല മ്യൂസിക് ആ സമയത്ത്. ഹീറോ ഉന്തുവണ്ടിയിൽ കരയെ കൂടെ, ഇവള് വാട്ടർ സപ്ലൈയിൽ ചാലി കൂടെ. 2 പേരും തമ്മിൽ പൊരിഞ്ഞ ചേസ്. ഇതിൽ ആ പെണ്ണിനെ തകർക്കാൻ വേണ്ടി ഹീറോ ഒരു വാണം വിടുന്നുണ്ട്. അത് നേരെ ചെന്ന് ചാലി കുത്താതെ ഒരു വലിയ കറക്ക് ചക്രത്തിൽ കുത്തും. വെള്ളം തിരിച്ചുവിടുന്ന എന്തോ ചക്രമാണത്. അത് പൊട്ടി ഈ തെരുവിൽ കൂടെ ഉരുണ്ടു പോകാൻ തുടങ്ങുക. ഈ സമയത്ത് ഹീറോയിൻ ഒരു മരത്തിലൂടെ ഊർന്നിറങ്ങി ഹീറോയുടെ വണ്ടിയിലേക്ക് എടുത്തു ചാടും. എന്നിട്ട് വണ്ടി വെച്ച് അവർ തമ്മിൽ പൊരിഞ്ഞാട്ടി. അപ്പൊ ഹീറോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ബേബി, ഞാൻ ക്രേസി ടൈഗർ, നീ എന്നെ മറന്നുപോയോ? കുറച്ച് നാളായിട്ട് ഞാൻ നിന്നെ മിസ് ചെയ്യായിരുന്നു. ഇവര് തമ്മിൽ അടിയുണ്ടാക്കി അവസാനം ഇവരെ ഉന്തുവണ്ടി ഒരു ബണ്ടി തട്ടി താഴത്തെ ചന്തയിലേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പോഴേക്കും വണ്ടിയെല്ലാം പൊട്ടി ചന്നം ഭിന്നമായി. അവസാനം ഇവള് കത്തി കാണിച്ച് ഹീറോനെ പിടിച്ചു കഴിഞ്ഞു. ഞാൻ നിന്റെ തല അരിയിടാന്ന് പറഞ്ഞിട്ട് അവള് നിൽക്കുക. ഉടനെ ഹീറോ കണ്ണ് കാണിക്കും, പുറകിലേക്ക് നോക്കാൻ പറയുക. നോക്കുമ്പോ മൊത്തം ആ രാജ്യത്തിന്റെ സൈന്യപ്പടയെല്ലാം ഇവർക്ക് മുന്നിലായിട്ട് നിൽപ്പുണ്ട്. ഇവർ ചെന്നെത്തിയിരിക്കുന്നത് കൺട്രി ഗേറ്റിന്റെ മുന്നിലാ. അവിടെ കുറേയധികം പട്ടാളക്കാരുണ്ടാവും. കള്ളന്മാരെ കണ്ടുടനെ അവരമ്പെയ്യാണ്. ഈ അമ്പ് പക്ഷേ ഹീറോയിനെ കൊള്ളാതെ അവളെ പ്രൊട്ടക്ട് ചെയ്ത് കെട്ടിപ്പിടിച്ച് എല്ലാ അമ്പും തന്റെ മുതുകിലേക്ക് ഹീറോ ഏറ്റുവാങ്ങുക. അങ്ങനെ ഒരു ത്യാഗം എന്തിനാണ് അവൻ ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാവില്ല. നീ ചത്തുപോയോടാ എന്നവൾ ചോദിക്കുമ്പം, ഇല്ല ചത്തിട്ടില്ല, പക്ഷെ അത് നീറുന്നുണ്ടെന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വരും. എന്നിട്ട് ഈ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷയില്ല, നമുക്കിപ്പോൾ തൽക്കാലം സറണ്ടറായി കൊല്ലരുതേന്ന് അപേക്ഷിച്ച് നോക്കിയാലോ, അവർ ചിലപ്പോൾ നമ്മളെ വെറുതെ വിടും. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഒരു കടൽ കൊള്ളക്കാരി ഒരിക്കലും അപേക്ഷിക്കില്ല. അവളുടെ അന്ത്യം മരണമാണ്, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന സമയം ആ നേരത്തെ പൊട്ടി ഉരുണ്ടുവന്ന ചക്രമില്ലേ, അത് ഇവരടുത്തേക്ക് ഉരുണ്ടുവരിക. ഹീറോ കട്ടെടുത്തോണ്ട് വന്ന ആ ഉന്തുവണ്ടിക്കകത്ത് കുറെ ബോംബിരിപ്പുണ്ട്. ഈ ചക്രം ബോംബിൽ പെട്ടാൽ ഉടനെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇത് മനസ്സിലാക്കി ഹീറോയെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ചാടി മാറുകയാണ്. പെട്ടെന്ന് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. മൊത്തം പുകമയം. പട്ടാളക്കാർക്ക് കണ്ണു കാണുന്നില്ല.